അതായത് ഞാൻ ശ്രീ സലിം മടവൂരിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന പ്രസിഡൻ്റായതിൽ അദ്ദേഹത്തിന് കാര്യമായ വിയോജിപ്പൊന്നുമില്ല. അദ്ദേഹത്തിന് അഹല്യ ഇടത്തിക്ക് ഇന്നലെ മരണപ്പെട്ടു, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പരിപാടി നടത്തി, അതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. രണ്ടാമതായി നോമിനേഷനാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം, BJPയുടെ നോമിനേഷൻ ശൈലി. ഞാൻ രണ്ടിനും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ അൽനമ്പേർ കേൾക്കാമോ? കേൾക്കാം. അൽനമ്പേർ കേൾക്കാമോ? കേൾക്കാം, വ്യക്തമാണ്. രണ്ട് ഞങ്ങളുടെ നോമിനേഷൻ സിസ്റ്റമാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഓക്കെ. ശ്രീ സലിം മടവൂർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദിയുടെ അമ്മ മരണപ്പെട്ടു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. രാവിലെ വെളുപ്പിന് 4 മണിക്കോ 5 മണിക്കോ ഒറ്റ മരണപ്പെട്ടത്. രാവിലെ 9 മണി കഴിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് എല്ലാ ചടങ്ങുകളും നടത്തിയിട്ട് ഒരു 9:30-10 മണിയോടുകൂടി അദ്ദേഹം പശ്ചിമ ബംഗാളിൽ അന്ന് യാത്ര ചെയ്ത് എത്താൻ സമയം എത്താത്തത് കൊണ്ട് അദ്ദേഹം ഓൺലൈൻ മീറ്റിങ്ങിൽ ഏറ്റിരുന്ന പരിപാടി അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം ഔദ്യോഗിക പരിപാടിയിൽ സജീവമായി. അദ്ദേഹം പറഞ്ഞ എന്താണ്, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും തൃപ്തി വരുന്നത് ഞാൻ സമൂഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക എൻ്റെ ലൈഫ്, അതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഞാൻ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യ ചടങ്ങുകൾ അത്തരത്തിൽ ലഘൂകരിച്ച് അതിൻ്റെ ഗൗരവത്തോടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ചെയ്ത നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹമാണ് ഞങ്ങളുടെ മാതൃക. അഹല്യ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനം ഒന്നുമില്ലാതിരുന്ന സമയത്ത് എനിക്ക് അഹല്യയുടെ മഹത്വം പറയാൻ പോലും എനിക്ക് വാക്കുകൾ ലഭിക്കുന്നില്ല. അത്രത്തോളം കഷ്ടപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയെ വളർത്തി ഞങ്ങളുടെ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ് അഹല്യടത്തി. ഇന്നലെ ശ്രീ MT രമേശ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ അവിടെ പോയി ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ച് ആ ചടങ്ങുമായി ആ മരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബാംഗങ്ങളെ പോലെ നിങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച് ദുഃഖത്തിൽ പങ്കുചേർന്ന് വെച്ചാൽ രാത്രി വൈകി യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത്. കാര്യം എന്താണ്, ദേശീയ തലത്തിൽ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി ഒരു നിമിഷം പോലും കേരളത്തിൽ അത് താമസിക്കാൻ പാടില്ല. കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ എന്താണുള്ളത്, 23-ാം തീയതി നോമിനേഷൻ കൊടുക്കുക, 24-ാം തീയതി പ്രഖ്യാപിക്കാം. ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ മരണം നടന്നു. ആ കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടേണ്ട തലങ്ങളിൽ ഇടപെട്ടിട്ട് പാർട്ടി ഏൽപ്പിച്ച അതാണ് മൺമറഞ്ഞു പോയ അഹല്യയിടത്തിൽ സന്തോഷിക്കുന്നത്. എൻ്റെ മക്കൾ, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, ഞാൻ ഉൾപ്പെടെ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. അങ്ങനെയാണ് ഞങ്ങളതൊക്കെ ചെയ്തിട്ടല്ലേ ഇന്ന് പാർട്ടി നിശ്ചയിച്ച ചടങ്ങ് ചെയ്ത്. പിന്നെ ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ശ്രീ അനിൽ നമ്പ്യാർ നേരത്തെ വിഷ്വൽ കാണിച്ചതുപോലെ അവിടെ അവരുടെ പടം വെച്ച് അതിൽ പുഷ്പാഞ്ജലി നടത്തിയിട്ടാണ് പ്രവർത്തകരൊക്കെ അകത്തോട്ട് പോയത്. രാജീവ് ചന്ദ്രശേഖർജി നമസ്കരിച്ചിട്ട്. അപ്പോൾ അഹല്യയിടത്തിൽ ഉൾപ്പെടെ പ്രാർത്ഥന രാജീവ് ചന്ദ്രശേഖർജിക്കും ഈ പാർട്ടിക്കും കേരളത്തിലെ പ്രസ്ഥാനത്തിനുമുണ്ട്. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണുന്നതിന് പകരം ഒരു വ്യക്തിയുടെ ഒരു മരണത്തെ പോലും, ഒരു വ്യക്തി ഒരു മൺമറഞ്ഞു പോയതിനെ പോലും ചാനൽ ചർച്ചയിൽ വന്നിട്ട് ആഘോഷമാക്കി മാറ്റുന്ന നിങ്ങളുടെ സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം താങ്കളൊന്ന് പുനഃപരിശോധിക്കണമെന്നാണ് എനിക്ക് വിനയപുരസരം ഒന്ന് പറയാനുള്ളത്. മറ്റൊന്ന്, നോമിനേഷൻ. അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമം എന്താണ്, കൂടുതൽ ആൾക്കാർക്ക് നോമിനേഷൻ കൊടുക്കാനുള്ള അവസരം. എൻ്റെ സലിം, ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മറ്റൊന്ന്, ഈ സംസ്ഥാന പ്രസിഡന്റോ അഖിലേന്ത്യാ പ്രസിഡന്റോ ഒക്കെ ആയിക്കളയാന്ന് കരുതിയിട്ടാണോ ഈ പ്രസ്ഥാനത്തിലേക്ക് ആൾക്കാർ കടന്നു വരുന്നത്? ഈ പാർട്ടിയിൽ ഏറ്റവും മനോഹരമായ പോസ്റ്റ് സംസ്ഥാന പ്രസിഡന്റ് പോസ്റ്റ് ഒന്നുമല്ല, അത് മാത്രമൊന്നുമല്ല. ഞാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഈ പാർട്ടിയിൽ ഏറ്റവും മികച്ച വ്യക്തി ഞാനായതുകൊണ്ടൊന്നുമല്ല എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കിയത്. അപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അപ്പോൾ പാർട്ടി നയിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പറ്റിയ രാജേഷാണ്. ഒരു ഘട്ടം കഴിഞ്ഞു, എന്നെക്കാൾ മികച്ച ആൾക്കാർ വന്നു. അപ്പോൾ ഞാൻ മുമ്പത്തേക്കാൾ സജീവമായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്നു. കാരണം എനിക്ക് ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പൊതുരംഗത്ത് ഇടപെടാൻ സാധിക്കും. അപ്പോൾ ഒരു സത്യത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷനാകുമ്പോഴേക്കും പൊതുരംഗങ്ങളിൽ ഇടപെടാനുള്ള സമയം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുവാൻ യോഗ്യതയുള്ള നിരവധി പേർ ഉള്ളപ്പോൾ തന്നെ അധ്യക്ഷൻ ആവാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ മറ്റു കാര്യങ്ങൾ സജീവമാകും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ മുഴുവനും 10-20 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഈ രാജ്യം 3ാമത്തെ വട്ടവും ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ ഞങ്ങളുടെ പാർട്ടി. മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ഒക്കെ ഉൾപ്പെടെ, ഗുജറാത്ത്, മധ്യപ്രദേശൊക്കെ ഉൾപ്പെടെയുള്ള വമ്പൻ നേതാക്കന്മാരുള്ള സംസ്ഥാനത്തിൽ കൃത്യമായിട്ട് പാർട്ടി നിശ്ചയിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കേഡറുകൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഒരു സംസ്ഥാന അധ്യക്ഷനാകാൻ മോഹിച്ച് കടിപിടി കൂട്ടാൻ മോഹിച്ചല്ല, മറ്റു ചില ലക്ഷ്യങ്ങൾ ഈ രാജ്യത്തെക്കുറിച്ച് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ ഇറങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഗൗരവം, ആ ഇച്ഛാശക്തി മനസ്സിലാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സലിം മടവൂർ തയ്യാറാകണം. ഇനി മറ്റൊന്ന്,
ഒരുപാട് പേർക്ക് നോമിനേഷൻ കൊടുക്കാനുണ്ടായിരുന്നു. അവരുടെ വിഷമം സലിം മടവൂരിനോട് പറഞ്ഞു. താങ്കൾ എന്താ വയ്ക്കത്തപ്പനോ അതോ കൊട്ടാരക്കര ഗണപതിയോ നാട്ടുകാരുടെ വിഷമമൊക്കെ കേൾക്കാൻ വേണ്ടി? BJP-കാരെല്ലാം കൂടെ രാവിലെ ഒന്ന് കാണിക്കേട്ട് ഒരു തേങ്ങ ഉടച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് വിഷമം പറഞ്ഞോളൂ, നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്തവരെ ഞാൻ നിങ്ങളെയൊക്കെ സമാധാനിപ്പിക്കാം, ഞാൻ സാന്ത്വനിപ്പിക്കാം. താങ്കളാരെ വിഷമം കേൾക്കാതിരിക്കുന്ന ആളാണോ? എൻ്റെ സുഹൃത്തെ, ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഈ പാർട്ടിയുടെ സിസ്റ്റം ഞാൻ കംപ്ലീറ്റ് അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് എന്തുവാണോ പറഞ്ഞു ഞാൻ ക്ഷമാപൂർവ്വം കേൾക്കാം. ഈ പാർട്ടിയുടെ സിസ്റ്റത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്. മറ്റൊന്ന്, ഇനി രാജീവ് ചന്ദ്രശേഖർജി വിദേശത്ത് പോയി വിദ്യാഭ്യാസം നേടിയത് കുറ്റമാണോ? എൻ്റെ സുഹൃത്തെ, ഈ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിലെ സംസ്ഥാന അധ്യക്ഷൻ അത്രത്തോളം അറിവ് നേടിയ ആളാണെന്ന് ഞാൻ പറയട്ടെ, ഞാൻ പറയാം അദ്ദേഹം അവിടെ പോയി നേടി അല്ലെന്നും വേറെ അദ്ദേഹം അവിടെ പോയി നേടിയ അറിവ്, ആ അറിവ് വച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി സമയം മാറ്റി വെച്ചിരുന്നെങ്കിൽ സുഹൃത്തെ, 100 കണക്കിന് കോടി രൂപ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമായിരുന്നു. പക്ഷേ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നേടിയ അറിവുകൾ കേരള സമൂഹത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സമയം മാറ്റിവെക്കാൻ തയ്യാറാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നില്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ IT പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആലോചിച്ചിരുന്നതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതുകൊണ്ട് ആ സെമിനാർ അദ്ദേഹം മറ്റൊരു ഘടകത്തെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ സെമിനാറിൽ പോയതെങ്കിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വലിയ നേട്ടം ഉണ്ടായേനെ. അപ്പോൾ അദ്ദേഹം വിദേശത്ത് പോയി വിദ്യാഭ്യാസം നേടിക്കൊണ്ടുവന്ന ആ അറിവ് അദ്ദേഹം പിറന്നു വീണ അദ്ദേഹത്തിന്റെ നാടിന് വേണ്ടി, അദ്ദേഹം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഇനി അദ്ദേഹം പ്രവർത്തിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവനന്തപുരത്തിന് വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുത്താൻ വന്നിരിക്കുന്നതിനെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം വിദേശത്ത് പോയി നേടിയ വിദ്യാഭ്യാസം കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം നൽകുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ പോസ്റ്റർ ഒട്ടിച്ച്, ഞങ്ങളെപ്പോലുള്ളവർ മുദ്രാവാക്യം വിളിച്ച് പടുത്തുയർത്തിയ പാർട്ടിയും കൂടി ചേരുമ്പോഴേക്കും അത് BJPക്കും കേരള സമൂഹത്തിനും വളരെ പോസിറ്റീവായിട്ട് മാറുന്നു എന്നുള്ള ആസ്പെക്ട് കാണാനുള്ള മാനസികാവസ്ഥ താങ്കൾക്കുണ്ടാകണം. അല്ല, ഞങ്ങൾക്കതുണ്ട്. ഞങ്ങൾ BJPയുടെ പ്രവർത്തകരാണ്. ഞങ്ങളുടെ മുൻപിൽ രാഷ്ട്രത്തിന്റെ മുന്നേറ്റം മാത്രമാണ്, വൈഭവം മാത്രമാണ്. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാമല്ലോ, നിങ്ങൾ പലരും പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ രാജീവ് ചന്ദ്രശേഖരുടെ ഡേ ടു ഡേ പ്രവർത്തനത്തിൽ, സത്യത്തിൽ അദ്ദേഹം തിരുവനന്തപുരം പാർലമെന്റ് മത്സരിച്ചപ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഞാൻ. ഒരു 10-45 ദിവസം രാത്രിയും പകലും ദിവസം ഒരു 19 മണിക്കൂർ വരെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാ. ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിനേക്കാൾ വളരെ മിടുമിടുക്കോടെയും ചടുലതയോടെയും സംഘടനാ പ്രവർത്തനം കൈകാര്യം ചെയ്യാൻ അറിവുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖറിന്. അദ്ദേഹം തിരുവനന്തപുരത്ത് 24 മണിക്കൂറിന് മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കി. രാത്രി 12 മണിക്കും 1 മണിക്കും ഞങ്ങളുടെ പാർട്ടി യോഗങ്ങൾ കൃത്യമായിട്ട് വന്നിരുന്ന നിമിഷ നേരം കൊണ്ട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് പാർട്ടി പ്രവർത്തകരുടെ വൈഷമ്യങ്ങൾ പരിഹരിച്ചു വരാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിച്ച ഏത് മേഖലയിലാണ് സാർ വിജയിക്കാത്തത്? ഒരു ടെക്നോളജിസ്റ്റ്, ഒരു സയന്റിസ്റ്റ്, ഒരു ബിസിനസ്മാൻ, ഒരു മിനിസ്റ്റർ, ഒരു മന്ത്രി, ഒരു രാജ്യസഭാ MP, ഒരു വിദഗ്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ, തിരുവനന്തപുരം പാർലമെന്റിൽ വീമ്പ് പറഞ്ഞു ശശി തരൂരിനെ കിടുകിടെ വിറപ്പിച്ച സ്ഥാനാർത്ഥി, ഈ നിലകളിലൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടില്ലേ? അത് നിങ്ങൾ കാണണ്ടേ? അപ്പോൾ ഇത്തരത്തിലൊരു നരേറ്റീവ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണം. ഇന്നലെ ഏതൊക്കെ ചാനലുകൾ പറഞ്ഞു അദ്ദേഹം ബിസിനസ്മാൻ ആണെന്ന്? ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം കാലുകുത്തിയ അടുത്ത നിമിഷം മുതൽ 2 മുന്നണികളും ആദ്യത്തെ 3-4 ദിവസം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ബിസിനസ്മാൻ ആണെന്ന്. 4-ാമത്തെ ദിവസം അവരെല്ലാം പിൻവലിഞ്ഞില്ലേ? കാരണം എന്താണ്? തിരുവനന്തപുരത്തെ ജനത അതൊക്കെ തന്നെ അപ്പാടെ തള്ളിക്കളയുന്ന രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരത്ത് രൂപം കൊണ്ടു എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഭിമാനകരമായ അന്തസ്സുള്ള രാഷ്ട്രീയം പറഞ്ഞ് ആശയപരമായി നമുക്ക് ഏറ്റുമുട്ടാം. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റു പല തരത്തിലും കുറ്റപ്പെടുത്തുകയും അഹല്യയുടെ പോലെ നല്ലൊരു പൊതുപ്രവർത്തകയുടെ, മൺമറഞ്ഞു പോയ പൊതുപ്രവർത്തകയുടെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിച്ചിഴച്ചും ചർച്ചയുടെ നിലവാരം മാറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, സലിം മടവൂർ തൃപ്തിയായല്ലോ. ഇനി വല്ല കുത്തിത്തിരിപ്പ് വല്ല അടുത്ത കുത്തിത്തിരിപ്പ് എന്താ പറ? അല്ലല്ല, കുത്തിത്തിരിപ്പല്ല. നിങ്ങളങ്ങനെ കുത്തിത്തിരിപ്പ് എന്ന് പറയേണ്ടതില്ല. ഇവിടെ ഞാൻ പറഞ്ഞതിന് ഇപ്പോഴും ഉത്തരവില്ല. മറ്റുള്ളവർക്ക് മത്സരിക്കാൻ അവകാശം നിഷേധിക്കുന്നു. അത് ഞാൻ വളരെ സത്യസന്ധത പറയാം. ഇവിടെ MT രമേശിനെ പോലെ, ശോഭാ സുരേന്ദ്രനെ പോലെ, ശ്രീ BV രാജേഷിനെ കേട്ട് പറയാണ് പറയട്ടെ. അവർക്ക് പറഞ്ഞാൽ, അല്ല ഞാൻ ചോദിക്കട്ടെ, BV രാജേഷ് മത്സരിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞാൽ പുറത്താക്കും. അതാണ് BJP.
നിങ്ങൾ പുറത്താക്കും. ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഞാൻ വേഗം തീർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രാജീവ് ചന്ദ്രശേഖർ വിദേശത്ത് പോയി ഉന്നത വിദ്യാഭ്യാസം നേടി, നല്ല കാര്യം, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ, അതിനൊന്നും ആരും എതിരല്ല. പക്ഷെ ഒരു സംഘടനയിൽ താഴെ നിലയിൽ നിന്ന് പോസ്റ്റർ ഒട്ടിച്ച് കൊടി കെട്ടി അടി വാങ്ങി തല്ലുകൊണ്ട് അങ്ങനെ മർദ്ദനമേറ്റ് വളർന്നു വന്ന MT രാമേഷും അതേപോലെ തന്നെ VV രാജേഷും ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളുകളാണ്. അവരുടെ മുകളിൽ ഇത്തരക്കാർ ഇവർ ഈ പ്രവർത്തനം നടത്തിയപ്പോൾ അവർക്ക് വേണ്ട ഉന്നത വികാരമാണല്ലോ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പങ്കുവച്ചത്. ഒരു മിനിറ്റ് അദ്ദേഹത്തിന് എന്താണ് അമർഷം? അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഏത് വിഷയത്തിലായിരുന്നു? വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി, അതിനുള്ള പ്രതിഷേധമാണല്ലോ. അതിന് MV ഗോവിന്ദൻ കൊടുത്ത മറുപടി എന്താ? അല്ല, അനിൽ നമ്പ്യാർ, ഞാൻ പറയട്ടെ, ഇന്ന് രാജീവ് ചന്ദ്രശേഖർ എന്നെ പറഞ്ഞു, എനിക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഞാൻ വിദേശത്താണ് പഠിച്ചത്. ഇതാണോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാവാൻ യോഗ്യത? ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ VV രാജേഷിന്റെ രാഷ്ട്രീയത്തിനോട് എതിരാണ്. VV രാജേഷ് എന്നെ എന്തൊക്കെ വിമർശിച്ചാലും VV രാജേഷ് എന്ന് പറയുന്ന BJPയുടെ ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഞാൻ ബഹുമാനി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരക്കാർക്കായിരുന്നു പരിഗണന കൊടുക്കേണ്ടത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. അല്ല, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? സംഘടനയ്ക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചയാൾ, അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി ജയിൽവാസം അനുഭവിച്ചവർ, അവർ മാത്രമേ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ലിഖിതമായിട്ടുള്ള നിയമമുണ്ടോ ഏതെങ്കിലും സംഘടനയ്ക്കുണ്ടോ? മാന്യമായി പരിഗണിക്കണ്ടേ, സംഘടനാപരമായിട്ട് പരിഗണിക്കണ്ടേ? അതിനുവേണ്ടി പ്രവർത്തിക്കും. പകരം വിദേശത്ത് പോയി വരുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഇനി നാളെ അല്ല, ഞാൻ ചോദിക്കട്ടെ, സലീം പടവു, VV രാജേഷിനേക്കാൾ കഴിവുള്ള ആളുകൾ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ VV രാജേഷ് തിരുവനന്തപുരത്തെ BJPയെ നയിക്കട്ടെ എന്നൊരു തീരുമാനം എടുത്തു, അല്ലേ? അങ്ങനെ ചില കാലഘട്ടങ്ങളിൽ ചിലരൊക്കെ ഇരിക്കട്ടെ എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചാൽ അതിനെന്തിനാണ് സാർ ഇത്ര വേവലാതി? അതിനെന്തിനാണ് ഇത്ര ആവലാതി? ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വിഷയം നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരനെയും പ്രസിഡന്റ് ആക്കാം, VV രാജേഷിനെയും പ്രസിഡന്റ് ആക്കാം, MT രമേശിനെ പ്രസിഡന്റ് ആക്കാം. ഞാൻ പറയട്ടെ, ആരെയും പ്രസിഡന്റ് ആക്കാം. ഈ അനിൽ നമ്പ്യാരെ തന്നെ പ്രസിഡന്റ് ആക്കുന്നതിന് എതിരല്ല. പക്ഷെ സ്വതന്ത്രമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ ആയിരിക്കണം ആ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ ക്ഷണിച്ച്. നിങ്ങൾ ആദ്യമേ പറയാണ്, പാർട്ടി പറയുന്ന ഒരാൾ മാത്രമാണെങ്കിലേ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരാളെ പ്രഖ്യാപിച്ചു, അയാൾക്ക് വേണ്ടിയിട്ട് ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് എന്നിട്ട് തെരഞ്ഞെടുപ്പ്, ഒരാളെ പ്രഖ്യാപിച്ച് അദ്ദേഹം മാത്രം നോമിനേഷൻ കൊടുക്കുന്നു. ഇതെന്ത് ജനാധിപത്യമാണ് ശ്രീ VV രാജേഷ്? അതാ നിങ്ങൾ പറയുന്നത്, ഇതെന്ത് ജനാധിപത്യമാണ്? നിങ്ങൾ CPM-നെ കുറ്റം പറയല്ലോ, അതില് പരസ്യമായ ജനാധിപത്യം അടുത്ത പോയിന്റിലേക്ക് പോകാം. പറയുന്ന ആളാണ് താഴെ. വീണ ജോർജിന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവ് എന്ന പദവി നൽകിയതിൽ മാധ്യമപ്രവർത്തകർ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ എന്താണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു താങ്കളോട്. അതൊന്നും സലീം മടവൂരിന് ബാധകമല്ല. യെസ്.